കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീന വീണ്ടും സമരരംഗത്ത്. ഇന്ന് വീണ്ടും സത്യാഗ്രഹ സമരം ആരംഭിക്കും. ചികിത്സാ ധനസഹായം പോലും നൽകാതെ സർക്കാർ നീതി നിഷേധിക്കുന്നതിനെതിരെയാണ് ഈ സമരം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ ചികിത്സാ പിഴവിൽ അവർക്കുണ്ടായ വളരെ ശാരീരികമായ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഇനിയും അതിനുവേണ്ടി നീതി കിട്ടാൻ വേണ്ടി പിന്നെ സമരം കൂടി നടത്തേണ്ട അവസ്ഥയിലാണ്. വളരെ കാലമായി അവർ പ്രതിഷേധിക്കുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, വീണ്ടും ധനസഹായവും ലഭിക്കുന്നില്ല. അപ്പോഴാണ് വീണ്ടും അവർ സമരരംഗത്തേക്ക് വരുന്നത്. അനഘ, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ഒരു പിഴവാണ് ഹർഷിനയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഈ കൃത്യമായി തന്നെ തെളിഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിരന്തരം സമരമിരിക്കേണ്ട, താൻ അനുഭവിക്കുന്ന വേദന കൂടാതെ നിരന്തരം സമരമിരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഈ ഹർഷിന. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഹർഷിന നടത്തുന്ന സമരമൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അടക്കം പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി എന്നത് കൃത്യമായ അന്വേഷണത്തിൽ പോലീസ് അടക്കം കണ്ടെത്തിയതാണ്. എന്നാൽ ആ നിമിഷം മുതൽ സർക്കാർ ഹർഷിനയ്ക്കൊപ്പം ഉണ്ടെന്ന ആരോഗ്യമന്ത്രി അടക്കം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു രൂപയുടെ സഹായം പോലും ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഹർഷീന പറയുന്നത്. 5 വർഷമാണ് ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്ക് ഉള്ള വീടടക്കം പണയം വെച്ചുകൊണ്ട് ചികിത്സ നടത്തേണ്ട ഒരു സാഹചര്യം തനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്ന് തനിക്ക് 1 രൂപയുടെ സഹായം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ഹർഷീന പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വീണ്ടും മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷീന ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും തനിക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിരന്തരം താൻ മരിക്കുന്നത് വരെ സമരം ഇരിക്കും എന്ന് പറയുന്ന ഘട്ടം വരെ ഹർഷീന എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സത്യാഗ്രഹം മെഡിക്കൽ കോളേജിന് മുന്നിൽ ആരംഭിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വിഷയം ഇത്ര ഗുരുതരമായ ഒരു വിഷയം ഒരു സ്ത്രീക്കാണ് അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് പോലും നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. അതെ, 5 വർഷമായി അവർ ശാരീരിക പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ചികിത്സിക്കാൻ പോലും പണമില്ലാതെ അവർ 5 വർഷമായി പോരാട്ടം തുടരുകയാണ്. ഇവിടെ സത്യാഗ്രഹം, ധർണ, പല രീതിയിലുള്ള സമരമാർഗങ്ങൾ. നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു വനിതയാണ്. എന്നിട്ട് പോലും ആ വനിതയ്ക്ക് ഈ ആരോഗ്യ മേഖലയിൽ നിന്നുണ്ടായ ചികിത്സാ പിഴവിൽ ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അപ്പോൾ അത് ഏതൊക്കെ തലത്തിലേക്ക് അവർ ഇനിയും ഈ സമരരീതികൾ മാറ്റിയാലും, എവിടെയൊക്കെ പരാതി കൊടുത്താലും, ആരോടൊക്കെ അപേക്ഷിച്ചാലും അതിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ട്. സങ്കടകരമാണ്. മാധ്യമങ്ങൾ അത് കൃത്യമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ, അതിന്മേൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് ഭരിക്കുന്നവർ പലപ്പോഴും. അപ്പൊ അതും ഒരു വലിയ സങ്കടകരമായ സാഹചര്യമാണ്. ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അനഘ ഇവർ ആലോചിക്കുന്നത്. എങ്ങനെയാണ് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഒരു നിരന്തരം ഉള്ള ഒരു സമരം, ഒരു നിരാഹാര സമരം, അങ്ങനെയൊക്കെയാണോ ഇവർ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്? അനഘ, കൃത്യമായി തന്നെ തനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരമുണ്ട്. ആ നഷ്ടപരിഹാരം കിട്ടുന്നതുവരെ ഇനി അങ്ങോട്ട് സമരം ഇരിക്കാൻ തന്നെയാണ് ഹർഷിനയുടെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം. കാരണം ആ രീതിയിലേക്ക് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിയിട്ടുണ്ട്. കാരണം ഈ ഹർഷിനയ്ക്ക് ഇതുവരെ 5 വർഷത്തോളം കൃത്യമായ ചികിത്സ വേണ്ടി വന്നിരുന്നു. അതിനിടയിൽ വിവിധ ഘട്ടങ്ങളിൽ ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ലക്ഷങ്ങളാണ് തങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് ഹർഷിനയുടെ കുടുംബം പറയുന്നത്. ഏറ്റവും സാധാരണക്കാരായ കുടുംബമാണ്. ഹർഷിനയ്ക്ക് മറ്റ് മക്കളുണ്ട്. ഇവരുടെ പഠനം ഇതെല്ലാം തന്നെ വഴിമുട്ടിയ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലാണ് തങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഹർഷിന പറയുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവല്ല, തങ്ങൾക്ക് കൃത്യമായി തന്നെ സർക്കാരിന്റെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര ചികിത്സാ പിഴവിന്റെ ഭാഗമായി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പോലും സർക്കാർ തന്റെ കാര്യത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാകുന്നില്ല എന്നതാണ് ഹർഷിന പറയുന്നത്. കൃത്യമായ ഒരു നഷ്ടപരിഹാരം അത് താൻ അർഹതപ്പെട്ടതാണ്. താൻ
ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഔദാര്യത്തിനായിട്ടല്ല സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ നഷ്ടപരിഹാരം നൽകാൻ എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ചികിത്സാ പിഴവുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയമുണ്ട്. എന്നിട്ട് പോലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഫോൺ എടുക്കാൻ പോലുമുള്ളൊരു മാനസികാവസ്ഥ പലപ്പോഴും ആരോഗ്യമന്ത്രി കാണിക്കാറില്ല എന്നതാണ് വസ്തുത. എന്തായാലും കൃത്യമായി തന്നെ ഇന്ന് കൃത്യമായി സത്യാഗ്രഹം നടത്തും. അതിനുശേഷവും ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹർഷനയുടെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്നുള്ള ഇനിയുള്ള നീക്കം. ഓക്കെ, ശരി അനഘ.